ഗൂഗിൾ പേയും ഫോൺ പേയും അടക്കമുള്ള UPI ആപ്പുകൾ ഉപയോഗിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം. ഓട്ടോപേ വഴി പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയെന്നാണ് മുന്നിലുള്ളത്. രാജ്യത്തെ നിരവധി ഉപഭോക്താക്കളുടെ പണമാണ് ഇതുപോലെ നഷ്ടമായിരിക്കുന്നത്. തെറ്റായ UPI ഓട്ടോപേ ഡെബിറ്റുകളെക്കുറിച്ചുള്ള പരാതികൾ വർദ്ധിക്കുന്നു. ഇവ പരിശോധിക്കാൻ ബാങ്കിംഗ് റെഗുലേറ്റർ ഡിജിറ്റൽ പേയ്മെന്റ് ഫെസിലിറ്റേറ്ററായ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. സബ്സ്ക്രിപ്ഷനുകൾ, യൂട്ടിലിറ്റി ബില്ലുകൾ, ഇൻഷുറൻസ് പ്രീമിയങ്ങൾ, EMI-കൾ എന്നിവയ്ക്കുള്ള ആവർത്തിച്ചുള്ള പേയ്മെന്റുകൾ പ്രാപ്തമാക്കുന്നതിനായി 2020-ലാണ് UPI ഓട്ടോപേ ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം ഓട്ടോപേ പേയ്മെന്റുകൾ ഇരട്ടിയായെന്ന് NPCയുടെ ഡേറ്റ പറയുന്നു. രാജ്യത്തെ 10 വൻകിട ബാങ്കുകളിലൂടെ മാത്രം നവംബറിൽ ഏകദേശം 926 ദശലക്ഷം ഓട്ടോപേ ഇടപാടുകളാണ് നടന്നത്. ഒരു വർഷം മുമ്പ് ഇത് 530.5 ദശലക്ഷമായിരുന്നു. അനുമതിയില്ലാതെ ഓട്ടോപേയിലൂടെ പണം പോകുന്നുവെന്നും ഇക്കാര്യം UPI അറിയിക്കുന്നില്ലെന്നും റദ്ദാക്കാൻ കഴിയുന്നില്ലെന്നുമാണ് ഉപഭോക്താക്കളുടെ ആശങ്ക. രാജ്യത്തെ നിരവധി പേരുടെ പണമാണ് ഇതുപോലെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.